ഹായ് ഫ്രണ്ട്സ്, ഓണസദ്യ സീരീസിൽ മൂന്നാമതായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ സ്വാദിഷ്ടമായിട്ട് പുളിയിഞ്ചി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. നമ്മുടെ ഓണസദ്യയിൽ ഇന്ന് പുളിയിഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പുളിയിഞ്ചി കുറച്ച് സമയവും പിന്നെ ഇഞ്ചിയൊക്കെ മുറിച്ചെടുക്കാനും കൈയൊക്കെ നല്ല പുകയും. അപ്പോൾ എല്ലാവരും അതൊന്ന് മടിക്കുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ ഇഞ്ചിയൊന്നും മുറിക്കാതെ പെട്ടെന്നൊന്ന് പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ. ഒട്ടും നഷ്ടപ്പെടാതെ പുളിയിഞ്ചി നമുക്ക് എളുപ്പത്തിലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പുളിയാണ് എടുക്കുന്നത്. പുളി നമുക്ക് നോക്കിയിട്ട് എടുക്കാം. നാടൻ പുളിയാനെ കൊണ്ട് കൊഴുപ്പ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പുളി എടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് വേണ്ടി വരുമായിരിക്കും കുറച്ചുകൂടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ പുതർത്തി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇത് ഒരു 60-70 ഗ്രാമോളം ഉണ്ട്. കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അതിന് ഒരു 5-6 മുളകുണ്ട്, പച്ചമുളകുണ്ട്. ഒക്കെ ഫ്രഷ് ആയിരിക്കുമ്പോൾ പുളിയിഞ്ചിയുടെ സ്വാദ് കൂടും. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? നമ്മൾ ഈ ഇഞ്ചി ഒന്ന് കഷ്ണങ്ങളാക്കി, നന്ന ചെറുതല്ല കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അതൊന്ന് മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ അരിയുന്ന സമയം ഒന്ന് നമുക്ക് കുറഞ്ഞെടുക്കാം. അപ്പം നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. പുളിയിഞ്ചിയുടെ പ്രധാന വിഭവം ഇഞ്ചിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇഞ്ചി നമ്മൾ പണ്ടത്തെ അമ്മമാർ പാവല്ലേ എത്ര നേരം ഇരുന്നിട്ട് കുനുകുനാന്ന് അരിയുന്നതാണ്. നമ്മളിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ പച്ചമുളക് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തു. അപ്പോൾ അതൊരു 6-7 പച്ചമുളകുണ്ട്. അപ്പോൾ ഒരു 60-70 ഗ്രാമോളം, 100 ഗ്രാം ആയാലും ചെറിയൊരളവാണ് കാണിച്ചിരിക്കുന്നത്. ഇഞ്ചിയുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുണ്ട്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുമ്പോൾ ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നല്ല പൊരിഞ്ഞിങ്ങനെ കിലുകില എന്നുള്ള ശബ്ദത്തിലേക്ക് എത്തും. അത് വറുത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ബ്രൗണിഷ് കളറാവും ചെയ്യും. അതൊരു കിലുകില എന്നുള്ളൊരു ശബ്ദം വരും. അപ്പോൾ ആ ശബ്ദം അത്രയും ക്രിസ്പായിട്ടായിരിക്കണം നമ്മൾ ഇഞ്ചി വറുത്തെടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് വറുക്കാം. നമ്മുടെ ഇഞ്ചി കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അവിടുന്ന് നന്നായിട്ട് വറുക്കുന്ന സമയം തന്നെ നമുക്ക് സമയം കളയാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരടുപ്പിലേക്ക് പുളി നന്നായിട്ട് കട്ടിയിൽ പിഴിഞ്ഞ പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പഴയ പുളിയാണെങ്കിലാണ് നല്ല കളർ ഉണ്ടാവുക. അപ്പോൾ ഇത് പുതിയ പുളിയാണ്, അതുകൊണ്ട് കളർ ഇത്തിരി കുറവാട്ടോ. അപ്പോൾ ആ പുളിയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനൊരു നല്ല കളറും എരിവിന് പച്ചമുളകുണ്ട്, എന്നാൽ പോലും നല്ലൊരു കളർ കിട്ടാനാണ് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് നന്നായിട്ട് ആവശ്യം വരും. നമ്മളിപ്പോൾ കുറച്ചിട്ട് നോക്കാം. അപ്പോൾ ആ അടുപ്പിൽ നിന്ന് നമ്മുടെ പുളിവെള്ളം തിളയ്ക്കുന്നുണ്ട്. മുളക് മാത്രം മതി, മഞ്ഞൾ സാധാരണ ഇടാറില്ല. നമ്മൾ മുളകിടുന്നതും ഒരു നിറത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം നമുക്ക് ഈ കിലുക്കിലി എന്നുള്ള ഒച്ച ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ആക്കിയെടുക്കാം കേട്ടോ. നല്ല പാകമായിട്ടുണ്ട്. ഈ ഒരു കളറിലേക്കായിട്ട് വരണം. ഇത് നമ്മൾ ക്രഷ് ചെയ്തതിനെ കൊണ്ട് ഇതൊക്കെ ഒട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത്. പുളിവെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇത് ഓരോന്നുമായിട്ട് വിട്ട് അല്ലികളായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ കണ്ടില്ലേ ഈ ഒരു ശബ്ദം. അപ്പോൾ ഓരോന്ന് വിട്ട ഈ ശബ്ദത്തിലേക്ക് നമുക്കിതെന്ത് ചെയ്യാം, ആ പുളിയിലേക്ക് ഒഴിച്ചെടുക്കുക. ഈ പുളിയൊക്കെ വെക്കുമ്പോഴേ ചട്ടിയിൽ, സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും വയ്ക്കാതെ ചട്ടിയിലോ കൽച്ചട്ടിയിലോ വയ്ക്കുന്നതാട്ടോ നല്ലത്. ഇത് കൽച്ചട്ടിയാണ്.
ഈ കൽച്ചട്ടിക്ക് ഏകദേശം ഒരു 35-40 വർഷത്തെ പഴക്കമുണ്ടാവും. എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കൽച്ചട്ടിയിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയുടെ മിശ്രിതം, ഇഞ്ചി ഒക്കെ ഇട്ട് ഇതിനി ഈ പുളി പിടിച്ചിങ്ങനെ കുറുകി വരണം. ഇപ്പം തന്നെ നല്ല രസമായിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നായിട്ട് വിട്ട് കിട്ടും കേട്ടോ. ഇഞ്ചി ക്രഷ് ചെയ്തതിനെ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ വറക്കുമ്പോഴും പറ്റി നിൽക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് വിട്ട് നിൽക്കും. ഇഞ്ചി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ഇടാം കേട്ടോ. ശർക്കര നിങ്ങൾ മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഞാനിവിടെ ശർക്കര എപ്പോഴും ഉരുക്കി എടുത്ത് വയ്ക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ഇത് പൂത്തു പോവുകയെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലാവസ്ഥയിൽ അതുകൊണ്ട് ഞാനിങ്ങനെ ഉരുക്കി എടുത്തു വെച്ചതാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ചായിരിക്കണം ഒഴിക്കേണ്ടത്. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകിക്കോട്ടെ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇടുന്നുണ്ട്. അപ്പോൾ ഇത് പുളിയിഞ്ചി തണുത്ത് കുറുകിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് കുറച്ച് പൊടികൾ ഇടുന്നുണ്ട്. അതൊന്ന് കുറുകാനും കൂടിയാണേ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് നമുക്ക് എള്ള്, ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ അരി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത് ആണ് വറുത്തെടുക്കുന്നത്. പക്ഷേ ഇത് വറുത്തെടുത്തത് മുഴുവനും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അത് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ചിടാം. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്ത എള്ളാണ്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കും. ഇഞ്ചി ആ അടുപ്പിൽ തിളക്കിയിട്ടുണ്ട്. നമ്മൾ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഈ അടുപ്പിൽ നമ്മൾ കഴുകിയ എള്ള് അതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ വറുക്കുന്നത് ഒരു ടീസ്പൂൺ മുഴുവനില്ല, കുറച്ച് ഉഴുന്ന് പരിപ്പാട്ടോ. ഇതൊന്ന് നമ്മൾ ബ്രൗൺ കളറാക്കിയിട്ട് വറുത്തെടുക്കാം. നമ്മളിവിടെ നമ്മളിതും ചുമപ്പ് വറുത്തെടുത്തു. ഇനി ഒരു ടേബിൾ സ്പൂൺ നമ്മൾ അരി കൂടെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കഴുകിയിട്ടുള്ള സ്ട്രെയിൻ ചെയ്ത അരിയാണ്. ഇതൊന്ന് നമ്മൾ പൊരിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. നമ്മുടെ അരി നന്നായിട്ട് വറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നന്നായിട്ട് പൊരിഞ്ഞു വന്നു. അപ്പോൾ ഇതുകൂടെ ഈ 3 കൂടെയാണ് കേട്ടോ, എള്ള്, ഉഴുന്ന് പരിപ്പ്, അരി. അപ്പോൾ ഉഴുന്ന് പരിപ്പ് എള്ളിനേക്കാളും അരിനേക്കാളും കുറച്ച് കുറവാണ് എടുത്തത്. ഇത് 3 കൂടെ നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം. അത് നമ്മൾ നല്ല ഒരു ഡബയിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ പൊടി എടുക്കാം. ഇത് നമ്മൾ 3 കൂടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുത്ത എള്ള്, ഉഴുന്ന്, അരി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇവിടെ പുളിയിഞ്ചി നമ്മൾ കുറച്ച് തണുക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നല്ല സ്മെല്ലൊക്കെ വരണേൽ നമുക്ക് കുറച്ച് എള്ള്, ഉഴുന്ന് പരിപ്പ്, അരി അത് വറുത്ത് പൊടിച്ചതാട്ടോ. ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനൊരു ടീസ്പൂണിലല്ല, 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഈ പൊടി കൂടെ. അപ്പോൾ നല്ലൊരു സ്മെല്ല് നമ്മുടെ പുളിയിഞ്ചിക്ക് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കടുക് താളിക്കാം. നമ്മളിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ആവശ്യത്തിന് കടുക് പൊട്ടിക്കാൻ വെക്കുകയാണേ. ഒരു 1/4 ടീസ്പൂണോളം കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ ചുമന്ന മുളക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ചുമന്ന മുളകും ഇട്ട് കൊടുത്ത് ഒന്നത് കുറച്ചൊരു ബ്ലാക്ക് കളറാകുമ്പോൾ നല്ല രസമായിരിക്കും ആ മുളക്. അപ്പോൾ അതൊന്നാക്കി. പിന്നെ കറിവേപ്പില നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നില്ല, അവസാനം നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് താളിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ പുളിയിഞ്ചി കണ്ടാലോ, ഇതാണ് പുളിയിഞ്ചി. നമ്മൾ ആ പൊടിയൊന്നും ഇട്ടതിന് ശേഷം താളിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ടില്ല. നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പുളിഞ്ചി എപ്പോഴും ചൂടനെ അല്ല കേട്ടോ കഴിക്കാൻ നല്ലത്, എപ്പോഴും ഒന്ന് തണുത്തതിന് ശേഷമാണ്. നമുക്കൊന്ന് നമ്മുടെ സേവിങ് ബൗളിൽ ഇത് സദ്യയിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത കിടക്കാണ്. നമുക്ക് നമ്മുടെ പുളിയിഞ്ചി ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ എളുപ്പത്തിലുള്ള പുളിയിഞ്ചി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.